മഹാരാഷ്ട്രയിൽ ഉദ്ധവ് വിഭാഗത്തിന് വമ്പൻ തിരിച്ചടി കിട്ടിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായാണ് ഇപ്പോൾ ഉദ്ധവ് വിഭാഗത്തെയും ശരത് പവാറിനെയും രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്. നേരത്തെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു ശരത് പവാർ NDAയിൽ ചേരും, ശരത് പവാറിന്റെ മകളെ കേന്ദ്രമന്ത്രിയാക്കാനുള്ള നീക്കമാണ് ശരത് പവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഉദ്ധവ് വിഭാഗവും BJPയെ വമ്പൻ രീതിയിൽ പ്രകീർത്തിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലായത് ഇവർ NDAയിലേക്ക് വരാനായിട്ട് പോകുന്നു. അവിടെ വലിയ രീതിയിൽ കോൺഗ്രസ് ആ സഖ്യം തകരാൻ പോകുന്നു എന്നാണ്, മഹാവികാസ് അഘാടി പൊളിഞ്ഞടങ്ങാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കിയത്. എന്തായാലും ശരത് പവാറിന്റെ ഭാഗത്തു നിന്നും 8 MP-മാരാണ് ഇങ്ങോട്ടേക്ക് വരാനായി തയ്യാറെടുത്തിരുന്നത്. അവർ എത്തും എന്ന സൂചനകളും പുറത്തു വന്നിരുന്നു. അങ്ങനെയുള്ള ഒരു ചർച്ചകളൊക്കെ അവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അമിത്ഷാ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഉദ്ധവ് താക്കറെക്കെതിരെയും ശരത് പവാറിനെതിരെയാണ് അമിത്ഷാ വലിയ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇവരെ ചതിയന്മാർ എന്നാണ് ഇപ്പോൾ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഈ ചതിയന്മാരെ, അതായത് തന്നെപ്പോലുള്ള രാജ്യദ്രോഹികളെ BJP വീട്ടിലിരുത്തി എന്നാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെയും ശരത് പവാറിനെയും നോക്കിക്കൊണ്ട് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. 1978 മഹാരാഷ്ട്രയിൽ വഞ്ചനയുടെയും ചതിയുടെയും രാഷ്ട്രീയം കൊണ്ടുവന്ന അതിൽ അതികായനാണ് ഈ ശരത് പവാർ എന്നാണ് അമിത്ഷാ ഒരു ദാക്ഷിണ്യവുമില്ലാതെ പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് ഇന്ന് മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്കറിയാം ആരാണ് ചതിയനെന്ന്. ശരത് പവാറും ഉദ്ധവ് താക്കറെയും അവരുടെ സ്ഥാനം എന്താണ് എന്ന് കാണിച്ചു, അവരുടെ സ്വഭാവം കാണിച്ചു. ഇവർക്കുള്ള സ്ഥാനം ജനങ്ങൾ കാണിച്ചു കൊടുക്കും എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറുമാണ് യഥാർത്ഥത്തിൽ BJPയുടെ സഖ്യകക്ഷികൾ. അവരാണ് BJPയോട് ചേർന്ന് നിൽക്കുന്നവർ എന്ന് പറഞ്ഞ് ഈ സഖ്യത്തെ ഒന്നുകൂടെ, അതായത് മഹായുതി സഖ്യത്തെ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കാനാണ് അമിത്ഷാ ശ്രമിച്ചിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. നേരത്തെ ഏക്നാഥ് ഷിൻഡെയുമായി വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ BJPക്ക് ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഏക്നാഥ് ഷിൻഡെയെ ഒതുക്കാനാണ് ഇപ്പോൾ ശരത് പവാറിന്റെ NCPയിലെ 8 MP-മാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പോരാത്തതിന് ഉദ്ധവ് താക്കറെ വിഭാഗത്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏക്നാഥ് ഷിൻഡെ ഏറെക്കുറെ പാർട്ടിയിൽ അടങ്ങും എന്നുള്ള ധാരണയായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത് എന്ന തരത്തിലുള്ള സൂചനകളും ഉണ്ടായിരുന്നു. ഇതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അമിത്ഷായുടെ വാദം അല്ലെങ്കിൽ പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നത്. രൂക്ഷമായ വിമർശനം ഇപ്പോൾ വന്നിരിക്കുന്നത്. വേറൊരു ആംഗിൾ അല്ലെങ്കിൽ വേറൊരു തലം ഇതിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നത്, ഇപ്പോൾ ബോംബെ കൗൺസിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ കൗൺസിൽ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ബോംബെ മുനിസിപ്പൽ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മത്സരമാണ് അവിടെ നടക്കാൻ പോകുന്നത്. BJP ഒറ്റയ്ക്കാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. RSSും ഇത് ശരിവച്ചിട്ടുണ്ട്. എന്നാൽ BJPക്ക് വലിയ തിരിച്ചടി ഇതിൽ നേരിടേണ്ടി വരും എന്ന് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നു. ഈ സാഹചര്യത്തിൽ ഒരു അസ്വാരസ്യം പാർട്ടിക്കുള്ളിൽ വേണ്ട എന്നതുകൊണ്ടാണ് അമിത്ഷാ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഉദ്ധവ് താക്കറെ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ശരത് പവാർ അടക്കം ഈ കൗൺസിൽ പിടിക്കുക എന്നുള്ളത് ഓരോ പാർട്ടിയുടെയും അഭിമാന പ്രശ്നമാണ്. കാരണം ഈ കൗൺസിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നത, അതായത് രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നമായിട്ടുള്ള കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ സമയത്ത് നമ്മുടെ മഹായുതിയിൽ ഒരു അസ്വാരസ്യം വേണ്ട എന്ന അമിത്ഷായുടെ തീരുമാനമാണ് ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ എന്ന അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.